നമസ്കാരം. നെഥിയാസ്മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ബീഫ് ചുക്ക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളി ബീഫ് ചുക്ക തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബീഫ് ചുക്ക തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. 4 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഓയിലിൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാവാനായി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് ഫ്ലെയിം ആയി പോയാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ. നല്ല നൈസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് ഇത് കളർ ചേഞ്ചായി വരും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ഇതിപ്പോൾ സവാളയുടെയൊക്കെ കളറ് ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടിയിലുള്ളത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നമ്മളുടെ സവാളയൊക്കെ ഇപ്പോൾ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിൽ പകുതി സവാളയെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചേർക്കാനുള്ളത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂണാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ബീഫിന് വേണ്ടുന്ന ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പിന്നെ നമ്മളിതിൽ തക്കാളി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തത് കൂടി ചേർക്കുന്നുണ്ട്. ചിലർ തക്കാളി ചേർക്കാറില്ല. അപ്പോൾ ഞാനിതിൽ ഒരു ചെറിയ തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ സവാള ഫ്രൈ ചെയ്തെടുക്കാൻ എടുത്ത എണ്ണയുണ്ടല്ലോ, അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എണ്ണ മാത്രം ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. നമ്മളിതിൽ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നല്ലതുപോലെ നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ കുറഞ്ഞത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരട്ടെ.
ഇപ്പോൾ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 4-5 വിസിൽ കേൾക്കുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ അത് കുക്കായി കിട്ടും. അപ്പോൾ ഇതൊരു 5 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മളുടെ ബീഫൊക്കെ ഒരു 90% കുക്കായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ പാനിലിട്ടാണ് ബാക്കി കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പാനിൽ തന്നെ വെച്ചിട്ട് ഫുള്ള് കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ അത് ടൈം കൂടുതൽ എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട, നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഒരു 10 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഇതുണ്ടോ, ബീഫിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ ഇപ്പോൾ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബീഫ് ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചോറിനോടൊപ്പം ആയാലും അതുപോലെ തന്നെ പൊറോട്ടയുടെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ നമ്മളുടെ ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ ചുക്കയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഒന്ന് കയറി കണ്ട് അതും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.